ഇവിടുത്തെയൊക്കെ പത്രങ്ങൾ അങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങള് മഹാരാഷ്ട്രയിലെ പത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വാർത്ത, എന്തുമാത്രം ഒരു വ്യക്തിക്ക് തന്റെ നഗ്നത പ്രകടിപ്പിക്കാമോ അതൊരു ധൈര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ധൈര്യം ഉണ്ടായി. ഇവർക്കൊന്നും ധൈര്യമില്ല, ഇന്നാർക്കൊക്കെ ധൈര്യം ഉണ്ടെന്ന്. അപ്പോൾ ധൈര്യം, അല്ലെങ്കിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊരു ടെർമിനോളജി ഉണ്ട്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, സൗന്ദര്യവും ധൈര്യവും കൂടെ. ധൈര്യമില്ല, സൗന്ദര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലോകം പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടോണ്ടിരിക്കുക. പിശാചിനൊരു കാര്യം അറിയാം, ഒരു ഫോർമുല. എന്താണെന്നറിയാമോ? മിക്കവാറും ബൈബിളിൽ നിന്ന് കടമെടുത്തതാണ് എന്റെ വിചാരം. കേൾവിയാൽ എന്ത് വരുന്നു? വിശ്വാസം. അപ്പൊ ഇതിങ്ങനെ പിശാച് കേൾപ്പിച്ചോണ്ടേ ഇരിക്കുക. അന്നേരം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത് എന്തുവാ? ഒരു തരം വിശ്വാസം. ഇതാ സൗന്ദര്യം. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടോ? 24 മണിക്കൂർ അവനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, ഒരേ കാര്യം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അവന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള കംപ്ലീറ്റ് കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവന് ഇഷ്ടപ്പെടുന്ന പെണ്ണും അല്ല ഇന്നത്തെ ഒരു സഹോദരിക്ക് ഇഷ്ടപ്പെടുന്ന ചെറുക്കനും നമുക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ കേട്ടതും മനസ്സിലാക്കിയതൊക്കെ വേറെയാ. എന്നിട്ട് പിന്നെ വീട്ടിൽ കിടന്ന് പിടിവലിയ. ഈ അവസാനം കതിരെ കൊണ്ട് വളം വെക്കുന്ന പോലെ നമ്മൾ അവിടെ കിടന്ന് ഈ സൗന്ദര്യം പഠിപ്പിച്ചാൽ രക്ഷപ്പെടുവോ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന ദൈവത്തിന്റെ കണ്ണിൽ എന്റെ സൗന്ദര്യം. ഒരു വാക്യം വായിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ചിന്തയൊന്ന് ശ്രദ്ധിക്കാം. എന്റെ സഹോദരൻ എന്നെ വായിക്കുവാൻ സഹായിക്കും. വെളിപ്പാട് 21 അതിന്റെ 2-ാം വാക്യം. വെളിപ്പാട് 21:2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സ്തോത്രം. എന്താണെന്നറിയാമോ? ഞാൻ എന്റെ കൈയൊക്കെ മുറുക്കെ പിടിക്കുക. മണവാട്ടി ഒരുങ്ങി. അത് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ പരിപാടി നമുക്കറിയാം. എന്നാൽ ഇവിടുത്തെ മണവാട്ടി ഒരുങ്ങിയപ്പോൾ ഞാൻ മറ്റു ശുശ്രൂഷകൾ പറയുന്ന പോലെ ഡയറക്ഷണൽ തേഴ്സ്റ്റ്, ദിശയുള്ള ദാഹം, ദിശയുള്ള വിശപ്പ് എന്ന് പറയുന്ന പോലെ ഇവളുടെ അലങ്കാരം, ഇവളുടെ ഒരുക്കത്തിനൊരു ദിശയുണ്ട്. ഒരു പക്ഷെ ഇപ്പൊ ശ്രദ്ധിച്ച് കാണും. എന്തോ ദിശ? ഭർത്താവിനായി. സ്തോത്രം. ഭർത്താവിനായി ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ഒരു കുഴപ്പമാണോ എന്ന് അറിഞ്ഞൂടെ? ഇച്ചിരി പച്ചക്ക എന്റെ ചോദ്യങ്ങളൊക്കെ. എനിക്ക് എന്നെ പേടിയാ. എന്റെ പപ്പ എന്നെ ഇടയ്ക്കിടയ്ക്ക് ശാസിക്കാറുണ്ട്, ഇങ്ങനാണോടാ ഒരു സദസ്സി സംസാരിക്കുന്നത്. അതുകൊണ്ട് പേടിയോടുകൂടെ ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ ഞാൻ പറയുക, സ്ത്രീ വർഗത്തിൽ ഏറ്റവും കൂടുതൽ തനിക്ക് തന്നെ മേക്കപ്പ് കൊടുക്കുവാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് ഏതായിരിക്കും? ചുമ്മാ അങ്ങ് അലങ്കരിക്കുക. അവൾ ആരായിരിക്കും? ഈ ലോകപ്രകാരം ഞാൻ പറയുക, മഹാരാഷ്ട്രയുടെ തെരുവിലൂടെ ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനത്തെ സ്ത്രീകളെ കണ്ടാൽ അന്നേരം പറയും, ബ്രദറെ അത് കണ്ടോ, ഈ ലൈനിൽ നിൽക്കുന്ന മുഴാണ്, വല്ലാതെ തേച്ച് പിടിപ്പിച്ചൊരു നിപ്പ. എനിക്ക് ആ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടോ? ഭർത്താവിനായി എന്ന് വെച്ചാൽ അവളുടെ മുഖം നോക്കി കണ്ണാടിയുടെ മുമ്പിൽ നിന്നപ്പോഴേ അവൾ കണ്ടത് സ്വന്തം മുഖമല്ല. ആരെയാ കണ്ടേ? എന്റെ അച്ചായനെ കണ്ടേ. യെസ്, ചായ ഉണ്ടാക്കുമ്പോൾ എന്താ ഇവിടെ ഇത്ര? അത് ഞങ്ങളുടെ അച്ചായൻ ഇതാ. അപ്പൊ ചായ ഉണ്ടാക്കുമ്പോൾ ആരെയാ ധ്യാനിച്ചേ? കണ്ടോ? സഹോദരിമാരൊക്കെ തലയാട്ടുന്നുണ്ട്. സഹോദരന്മാർ നോക്കിയിരിക്കും, ഇതെന്നാ പരിപാടിയാണ്. അപ്പോൾ ഭർത്താവിനായി തന്നെത്താൻ അലങ്കരിച്ച, എനിക്ക് പറയുമ്പോൾ ഇവിടെ തുടങ്ങണം. നാം കുടുംബത്തിൽ. ഫോർട്ട് അസംബ്ലിയിലെ എന്റെ മൂപ്പൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, the biggest beauty parlor in the world is the assembly. സഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ. കാരണം എന്താ? ഭർത്താവിനായി തന്നെത്താൻ. ഇപ്പൊ നമ്മൾ എൻഗേജ്മെന്റ് കഴിച്ച ഒരുക്കത്തെ നിൽക്കുക, ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ ഒരുക്കത്തിൽ ഈ മുഖം മാത്രമല്ല ഒരുങ്ങേണ്ടത്, അറിയാമോ?